ഹലോ ഗൈസ്, സൺഡേ ഫണ്ടേ ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു കുക്കറി ഷോ. അതിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും. പിന്നെ ഒരു സാധനം കാണിച്ചിടാം, കണ്ടോ, ഉള്ളി എരിഞ്ഞ കണ്ടോ. വാവ് ഗൈസ്, നമുക്ക് ആദ്യം ചിക്കൻ കറി വെക്കാം. ഇനി നമ്മൾ തീ കത്തിച്ചു. നമ്മൾ ഈ ചട്ടിയിലാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി വെച്ച് ഇത് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ച് അത് നമ്മൾ കുറച്ച് ഉള്ളിയും പെരിഞ്ചീരകവും ഉപ്പും ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗാർലിക് ക്ലൗസ് ആൻഡ് പച്ചമുളക്. ഒരു ട്രൈപോഡ് വാങ്ങേണ്ടതായിരുന്നു, പക്ഷേ തൽക്കാലം നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഞാൻ ചാരി വെക്കാം. ഇതിൽ എന്നെ കാണുന്നുണ്ടോയെന്ന് പോലും ദൈവത്തിനറിയാം. ഇവിടെ വെച്ചിട്ട് ഓഫായി പോകും. നോക്കാം. ഞാൻ എഴുതാൻ പോകുന്നത് മഞ്ഞപ്പൊടി, മുളക് പൊടി. മലയാളം പറയുന്ന പോലെ ഉണ്ട്. That's okay. That's perfectly okay. മല്ലിപ്പൊടി. Next, we're gonna add chicken masala. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ മസാല ഈസ് വഴറ്റലിങ്. അടിക്ക് പിടിക്കാൻ നോക്കണ്ട, തക്കാളിയുടെ മതൊക്കെ ലൂസായി വരും. വി ഹാവ് ആഡഡ് തക്കാളി വെച്ചിട്ട് നമ്മൾ മൂടി വയ്ക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കണ്ടെങ്കിലൊക്കെ ചെയ്യാം. തക്കാളി ഏകദേശം വെന്ത് കഴിഞ്ഞ്, ആസ് യു ക്യാൻ സീ. ഇനി നമ്മൾ ചിക്കൻ ഇടാൻ പോകുന്നു. ചിക്കൻ ഞാൻ ഓൾറെഡി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്, കാരണം എനിക്കിഷ്ടമല്ല ഇങ്ങനെ വെളുത്ത കളർക്കാന്ന്. സോ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവാണ് ചിക്കൻ. ഇനി നല്ലപോലെ ഇളക്കുക. നമ്മൾ ആൾക്കാരോട് വാങ്ങിയിട്ട് ഇളക്കുന്ന പോലെ അതിനേക്കാട്ടിലും ശക്തിയായും വ്യക്തമായും ഇളക്കുക. സോ ദാറ്റ് ഈ മസാലയൊക്കെ മിക്സ് ആക്കും. തരാം. ലൈറ്റിട്. ഇതിന് വേവട്ടെ, അടച്ച് വെക്കാം. അടുത്തതായി നമുക്ക് ഈ വട്ടയ്ക്കകത്താം നെയ്ച്ചോറുണ്ടാക്കാം. അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ കാണിച്ചുതരാം. ആദ്യം നമ്മൾ വട്ട വെക്കുന്നു, കുറച്ച് നെയ്യ് ഒഴിക്കുന്നു. കാണിച്ചുതരാം. ഈ നെയ്യാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഗോവഴൻ പ്യോർ ഗീ. ഗ്രാമ്പു, പട്ട, ഏലക്ക, ഇല, എന്തൊക്കെ സാധനങ്ങൾ ഇഷ്ടമുള്ള വാരിയിടുക. നെക്സ്റ്റ് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉള്ളിയും ഇടുക. ഇതൊന്ന് കുറച്ച് ചൂടാകുമ്പോൾ എന്താക്കുക, ക്യാരറ്റ് ഇടുക. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ചെയ്യാം. കുറച്ച് ഉള്ളി ഇങ്ങനെ ഞെരണ്ടി ഇടുക. ഉള്ളി വറുത്തൊന്നും എനിക്കിഷ്ടമില്ല. ഞാൻ കറുത്ത ഹോട്ടലൊക്കെ കാണുന്ന ബിരിയാണിയിലൊക്കെ, പക്ഷെ നെയ്ച്ചോറിന് എനിക്കിഷ്ടമില്ല. അമ്മേ ഇത് കുറച്ചൊന്ന് വഴറ്റുക. ഓക്കെ, ഞാൻ ഇതിലോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടും. അതെനിക്ക് ഒറ്റ കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. മീൻവെൽ നമ്മുടെ ചിക്കൻ ഇവിടുന്ന് വേവുന്നുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ, വേവട്ടെ. ഇതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ഓക്കെ, നമ്മൾ അരിയിലേക്ക് ഒഴിക്കേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഇടുക. ഈ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്, അപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അളന്നൊഴിക്കുക. ഇപ്പോൾ വൃത്തിയാക്കണം, അല്ലെങ്കിൽ ഈ മമ്മി വന്നിട്ട് പഞ്ഞിക്കിടും. വെള്ളത്തിന് ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കയറി നിൽക്കണം, കാരണം നമ്മൾ അരി ഇടുമല്ലോ. ഉപ്പിടാം, 1 സ്പൂൺ ഉപ്പിടാം. 1 സ്പൂണൊന്നും മതിയാവില്ല, 2 സ്പൂൺ മതിയാവും. ഉള്ളു പോയി. നിങ്ങൾക്ക് ഇങ്ങനത്തെ ശീലമുണ്ടോ? ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് തൊട്ടാൽ അപ്പോൾ പോയി കൈ കഴുകും. അങ്ങനെ 10 പ്രാവശ്യം കൈ കഴുകും. 10 എത്രയോ വട്ടം കൈ കഴുകും സാധനം. ഇതിനകത്തൊരു കട്ടി. നമ്മളിതിലേക്ക് അരിയിടുന്നു.
അരമണിക്കൂർ മുമ്പ് പുതിർത്ത് വെച്ച അരി. ഇവിടെ തുടച്ചിടട്ടെ. നമുക്ക് നമ്മുടെ ചിക്കൻ കറി എന്തായി നോക്കാം. വാവ്, മമ്മി അവിടുന്ന് ചമ്മന്തി അരയ്ക്കുന്നുണ്ട്. ചിക്കൻ കറി ഈസ് ഓൾമോസ്റ്റ് ഡൺ. നമുക്ക് നമ്മുടെ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യാം. വാവ്, ചിക്കൻ കറി സൂപ്പർ. പക്ഷെ മല്ലിയിലയില്ല. മല്ലിയിലയില്ലാതെ എന്ത് ചിക്കൻ കറി, എന്ത് നെയ്ച്ചോറ്. നമ്മുടെ നെയ്ച്ചോറ് ആൻഡ് ചിക്കൻ കറി. നമ്മുടെ നെയ്ച്ചോറ് ആൻഡ് ചിക്കൻ കറി, ചമ്മന്തി, അച്ചാറ് തിന്ന. ഇല്ല, എന്നെ കാണുന്നില്ല അല്ലേ? അങ്ങനെയുണ്ട്. വാ, സൂപ്പർ. ചിക്കനൊക്കെ ഉണ്ടോ നല്ലോണം കുക്കായിട്ട്.